മനുഷ്യൻ്റെ അസ്ഥി വേറെ ചില ജന്തുക്കളുടെ അസ്ഥിയുമായി താരതമ്യപ്പെടുത്തിയാൽ ചില സാമ്യങ്ങൾ അവ തമ്മിൽ കണ്ടേക്കാം. ജീവസന്ദേശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ആരംഭിക്കുന്നത് ശബത്ത് അഥവാ സ്വസ്ഥത എന്ന ഒരു ദൈവിക പദ്ധതിയോടുകൂടിയാണ്. മനുഷ്യനു വേണ്ടിയുള്ള മറ്റു പല കരുതലുകളെയും പോലെ ഇതും മനുഷ്യനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു എന്ന് ശബത്തിനും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ സമയത്ത് പറഞ്ഞത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം അധ്യായത്തിലെ ചുരുക്കെഴുത്തുകളുടെ വിശദീകരണവും ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള 2 ചോദ്യങ്ങൾക്കാണ് പ്രധാനമായും നാം ഈ തരുണത്തിൽ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. 1, മനുഷ്യനെ എന്തിന് സൃഷ്ടിച്ചു? 2, മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? മനുഷ്യനെ എന്തിന് സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം നാം വിശദമായി ചിന്തിച്ചു കഴിഞ്ഞു. അതെ, ദൈവം തൻ്റെ പ്രമോദത്തിനായി, ഫോർ ഹിസ് പ്ലഷർ, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്രമോദത്തിനാണ്. ആദാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ മകനായിട്ടാകുന്നു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ നാം കാണുന്നു. മനുഷ്യരായ നമുക്ക് മക്കൾ ഉണ്ടാകുന്നത് നമ്മുടെ സന്തോഷത്തിനെന്ന പോലെ ദൈവവും തൻ്റെ പ്രമോദത്തിനായി തൻ്റെ മക്കളെ സൃഷ്ടിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മനുഷ്യനെ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ബൈബിൾ വിവരണത്തിലേക്ക് തന്നെ പോകുന്നതാണ് ബുദ്ധി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത്രേ. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് വാസ്തവത്തിൽ അടങ്ങിയിരിക്കുന്നത്? ശാരീരികമായ ഒരു സ്വരൂപമല്ല എന്ന് തീർച്ചയാണ്. കാരണം യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം ആത്മാവാകുന്നു എന്നത്രേ. അപ്പോൾ അവിടെ ശരീരത്തിൻ്റെ സാദൃശ്യം വരുന്നില്ല. ആത്മാവിന് ശരീരമില്ലല്ലോ. പിന്നെ എന്താണ് ഈ സാദൃശ്യവും സ്വരൂപവും? അതെ, ദൈവം തൃത്വമായിരിക്കുന്നത് പോലെ ഓരോ മനുഷ്യനിലും ഒരു തൃത്വമുണ്ട്. തൃത്വം ഏകമായിരിക്കുന്നത് പോലെ മനുഷ്യനിലും ഈ ഏകത്വം നാം കാണും. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം പ്രകാരം മനുഷ്യനിലെ തൃത്വം ആത്മാവും പ്രാണനും ദേഹവുമാകുന്നു എന്ന് പറയുന്നു. സാധാരണ നാം പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, ദേഹം ദേഹി ആത്മാവ് എന്ന്. അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി എന്ന്. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹം അല്ലെങ്കിൽ ശരീരം എന്നത് മനുഷ്യനിലെ ഭൗമബോധമാകുന്നു. ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഇത് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. 1 കൊണ്ടും പ്രവർത്തിക്കും, 5 കൊണ്ടും പ്രവർത്തിക്കും. ഒന്നുമില്ലാതെ ഈ ശരീരം പ്രവർത്തിക്കുന്നില്ല. ദേഹി എന്നത് സ്വയബോധമത്രേ. മനസ്സ്, വികാരം, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് ദേഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മാവ് മനുഷ്യനിലെ ദൈവബോധമാകുന്നു. ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്നത് മനുഷ്യനിലെ ആത്മാവിലൂടെയാണ്. മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് പാപത്തിൽ വീഴുന്നതിന് മുൻപ് മനുഷ്യനിലെ ഈ പറഞ്ഞ 3 അംശങ്ങളും പൂർണ്ണമായും ഒന്നോടൊന്ന് ഐക്യത്തിലായിരുന്നു. വീഴ്ചയ്ക്ക് മുൻപ്, പാപത്തിൽ വീഴുന്നതിന് മുൻപ് ആത്മാവ് ദേഹിയിലൂടെ മനുഷ്യനെ മൊത്തം നിയന്ത്രിച്ചിരുന്നു. എല്ലാം കൊണ്ടും
ഒരു സമതുലിത നിറഞ്ഞു നിന്ന ഒരു ജീവിതം, ആത്മീയവും ശാരീരികവുമായ സമതുലിത, ഒരു നല്ല ബാലൻസ്. ഇതേക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്ന 2-ാം അധ്യായത്തിലേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. ദൈവിക വെളിപ്പാടിൻ്റെ ഒരു വലിയ പ്രമാണം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഈ പ്രമാണം ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും കാണാവുന്നതാണ്. ദൈവപ്രേരണയുടെ ശക്തമായ വിരലടയാളങ്ങളിൽ ഒന്നത്രേ ഇത്. ഇതിനെ പുനരാവൃത്തിയുടെ അല്ലെങ്കിൽ പുനർവിചിന്തനത്തിൻ്റെ നിയമം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ദൈവവചനത്തിൽ ഒരു കൂട്ടം വസ്തുതകൾ അഥവാ സത്യങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞു പോയിട്ട് വീണ്ടും തിരികെ വന്ന് ആ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്ത് വിശദീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞ പുനർചിന്തനം. ഉദാഹരണത്തിന് 1-ാം അധ്യായത്തിൽ നാം കണ്ട 6 ദിവസത്തെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് 2-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ പ്രമാണമാണ് പരിശുദ്ധാത്മാവ് പ്രാവർത്തികമാക്കുവാൻ പോകുന്നത്. ഇതേ പ്രമാണം ആവർത്തന പുസ്തകത്തിലും നാം കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ 40 വർഷം ന്യായപ്രമാണവുമായി കഴിഞ്ഞതിന് ശേഷം അത് വ്യാഖ്യാനിക്കുന്ന ഭാഗമാണല്ലോ ബൈബിളിലെ ആവർത്തന പുസ്തകം. ഈ പുസ്തകം ന്യായപ്രമാണത്തിൻ്റെ വെറും ആവർത്തനം മാത്രമല്ല, പിന്നെയോ ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് 1 അല്ല 4 സുവിശേഷങ്ങളാണ് നൽകിയിരിക്കുന്നത്, ഇല്ലേ? വീണ്ടും വീണ്ടും ഈ പ്രമാണം തിരുവചനത്തിൽ അനുവർത്തിച്ചിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഇനിയും ശബത്ത് ദിവസത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. 2-ാം അധ്യായത്തിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2-ാം അധ്യായം ആരംഭിക്കുന്നത് ശബത്ത് ദിവസത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഓർക്കുക, ശബത്ത് ദിവസത്തിൻ്റെ പ്രാധാന്യം കൈവിട്ട് കളയരുത്. ദൈവം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിവർത്തനായി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? ദൈവം ആകെ അങ്ങ് ക്ഷീണിച്ചു പോയതുകൊണ്ട് 7-ാം ദിവസം വിശ്രമിച്ചെന്നാണോ? കഴിഞ്ഞ ആഴ്ച ഞാൻ 48 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്തു, ഓരോ ദിവസവും 10ഉം 15ഉം മണിക്കൂറാണ് പണിയെടുത്തത്, അതുകൊണ്ട് 7-ാം ദിവസം അല്പം ഒന്ന് കിടന്നുറങ്ങാമെന്ന് ദൈവം പറഞ്ഞു കാണുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അപ്രകാരം നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ അത് ശുദ്ധ അബദ്ധമാണ്, മണ്ടത്തരമാണ്. ദൈവം തൻ്റെ 6 ദിവസത്തെ സൃഷ്ടികർമ്മം കഴിഞ്ഞതിന് ശേഷം താൻ ചെയ്ത കാര്യങ്ങൾ നോക്കി അത് ഏറ്റവും നല്ലതെന്ന് കണ്ടു. അതിൽ കൂടുതലായി ഒന്നും ചെയ്യുവാനില്ലാത്ത അവസ്ഥ, അതാണ് ഇവിടെ പറയുന്നത്. ഓരോ ദിവസവും ഞാൻ എൻ്റെ പകലത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ പൂർത്തിയാക്കാത്ത വളരെയധികം ജോലി പിന്നെയും അവിടെ കാണും. ചെയ്യാത്ത 100 കൂട്ടം കാര്യങ്ങൾ. അത് മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. എല്ലാ ജോലിയും പൂർണ്ണമായി തീർത്തു എന്ന് ഒരൊറ്റ ദിവസം പോലും പറയുവാൻ എന്നെക്കൊണ്ടാവില്ല. 1 തീർത്തു എന്ന് പറയുമ്പോൾ വേറെ 5 എണ്ണം മനസ്സിൽ വരും. എന്നാൽ ദൈവം ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജോലി പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ അർത്ഥം. അതിമഹത്തായ ആത്മീയ സത്യങ്ങളിൽ ഒന്നത്ര ഇത്. എബ്രായ ലേഖനം നമ്മോട് പറയുന്നത് ക്രിസ്തു വിശ്വാസികൾ എന്ന അവസ്ഥയിൽ നാം വിശ്രമത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്നാണ്. അതായത് നാം ദൈവത്തിൻ്റെ ശബത്തിൽ പ്രവേശിച്ചു, നാം ദൈവത്തിൻ്റെ പൂർണ്ണ വീണ്ടെടുപ്പിൽ പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കിയാലും 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു വീണ്ടെടുപ്പ് അവൻ നമുക്ക് നൽകി. അതുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം.
എൻ്റെ ആത്മരക്ഷയ്ക്കായി ഞാൻ ഒരു ചെറുവിരൽ പോലും ചലിപ്പിക്കേണ്ടതില്ല, എൻ്റെ പരിശ്രമങ്ങൾ രക്ഷയ്ക്കായി എന്നെ ഒരു വിധത്തിലും സഹായിക്കുകയില്ല എന്നതുകൊണ്ട് യേശുക്രിസ്തു തന്നെ അത് എനിക്കായി പൂർത്തീകരിച്ചു. ഇനി പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയൂ. നാം ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചം വാസ്തവത്തിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഇവിടെയുണ്ട്. എന്നാൽ ഭൂമിക്കും സൃഷ്ടികളിൽ സിംഹഭാഗത്തിനും എന്തോ സംഭവിച്ചു. അതിൻ്റെ ഫലമായി ദൈവം പ്രവർത്തിച്ചു. അതായത് വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു, അതിനെ പുതിയ ഒന്നാക്കി തീർത്തു. കുഴഞ്ഞു മറിഞ്ഞു കിടന്നിരുന്നതിൽ നിന്നും അപസ്വരങ്ങൾ ഇല്ലാത്ത അടുക്കും ചിട്ടയുമുള്ള ഒരു ഭൂമി ദൈവം ഉണ്ടാക്കി. അത് 1-ാം അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു. ആ പുനർനിർമ്മാണത്തിൻ്റെ ആദ്യത്തെ 5 ദിവസത്തെക്കുറിച്ചാണ് ചുരുക്കമായി 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. ഉൽപ്പത്തി എന്ന് നമ്മളിവിടെ വായിച്ചല്ലോ. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി. ഉൽപ്പത്തി എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് വംശം അല്ലെങ്കിൽ കുടുംബം എന്നാണ് അർത്ഥം വരേണ്ടത്. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകം മാത്രമല്ല, കുടുംബങ്ങളുടെ പുസ്തകം കൂടിയാണ് എന്ന് മുഖവുരയിൽ ഞാൻ പറഞ്ഞു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിലെ ആകാശത്തിലെയും ഭൂമിയിലെയും കുടുംബ വിവരം ഇതത്രേ എന്ന് വേണമെങ്കിൽ ഈ വാക്യം നമുക്ക് വായിച്ച് കൊടുക്കാവുന്നതാണ്. 5ഉം 6ഉം വാക്യങ്ങളിൽ യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്തു വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അതായത് മനുഷ്യൻ ഭൂമിയുടെ മുഖത്തുണ്ടാകുന്നതിന് മുൻപ് ഈ പറഞ്ഞതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1-ാം അധ്യായത്തിൽ ദൈവത്തിനുണ്ടായിരുന്ന ഉദ്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവം താൻ ഉണ്ടാക്കുവാൻ പോകുന്ന മനുഷ്യന് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നതാണ്. തുടർന്ന് ദൈവം താൻ ഒരുക്കിയ ആ സ്ഥലത്തേക്ക് മനുഷ്യനെ ആക്കുവാൻ പോകുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവിടെ ആവശ്യമുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്നത് എത്ര ആശ്ചര്യകരമാണ്. ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവൻ നമ്മെക്കുറിച്ച് കരുതലുള്ള ദൈവമാണ്. സൃഷ്ടിപ്പിലെ അടുത്ത പടി ജീവനുമായി ബന്ധപ്പെട്ടവയായിരുന്നു. അതായത് ജീവൻ്റെ സൃഷ്ടി. 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ, ദൈവം വലിയ തിമിംഗലങ്ങളെയും സകല ജീവജന്തുക്കളെയും സൃഷ്ടിച്ചു എന്ന്. സത്യത്തിൽ സസ്യങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. പുനർസൃഷ്ടിപ്പിൻ്റെ സമയത്ത് വിത്തുകൾ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഞാൻ കടുംപിടുത്തമൊന്നും പിടിക്കുന്നില്ല. എന്നാൽ ഉൽപ്പത്തിയിൽ ലഭ്യമായ രേഖകൾ നൽകുന്ന ഒരു സൂചന അതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് മാത്രമേ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. സൃഷ്ടിപ്പിൻ്റെ അടുത്ത പടി മനുഷ്യനെ ഉണ്ടാക്കുക എന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ സ്വാഭാവിക സ്ഥിതിമാറ്റമൊന്നുമില്ല. ഭൂമി മനുഷ്യൻ്റെ വരവിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരുന്നു. മനുഷ്യരെല്ലാം ഒരേ വർഗമായി ഭൂമുഖത്ത് കാണപ്പെടുന്നതിൻ്റെ വിവരണം നൽകുവാൻ പരിണാമ സിദ്ധാന്തത്തിന് കഴിയുന്നില്ല. ഇത് നാം മറക്കരുത്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിധം ഇങ്ങനെയായിരുന്നു. ഇവിടെയും ദൈവം നമ്മോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് പരിമിതമായ കാര്യങ്ങളാണ്. ശാരീരികമായി മനുഷ്യനെ നിലത്തുനിന്നു എടുത്തതാണ്. 15-16 രാസപദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം എന്നുള്ളത് രസകരമായിരിക്കുന്നു. ആ രാസപദാർത്ഥങ്ങൾ എല്ലാം ഭൂമിയിൽ നിന്നുമുണ്ട്. മനുഷ്യൻ്റെ ശരീരം നിലത്തെ പൊടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതായത് ശരീരത്തെ വിഘടിപ്പിച്ച് രാസപദാർത്ഥങ്ങളെല്ലാം വേർതിരിച്ചാൽ അതിന് വലിയ വിലയൊന്നും ഇന്നത്തെ കാലത്തും കിട്ടില്ല. ഈ സത്യം നാം മറക്കരുത്. കാരണം നമ്മെ നിലത്തിലെ പൊടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നാം വില കുറഞ്ഞവരാകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്.
മനുഷ്യൻ പൊടി എന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ശാരീരികമായി അവൻ പൊടിയാണ്, പൊടിയിലേക്ക് അവൻ മടങ്ങിച്ചെല്ലും. എന്നാൽ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നു. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസമൂതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ശാരീരികവും മാനസികവുമായതായ ജീവൻ മാത്രമല്ല ദൈവം മനുഷ്യന് നൽകിയത്, അവൻ മനുഷ്യന് ആത്മീയമായ ജീവനും കൂടി നൽകി. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇതുമൂലം മനുഷ്യൻ തൻ്റെ സൃഷ്ടാവുമായി അതിമഹത്തായ ഒരു ബന്ധത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മനുഷ്യന് അവൻ്റെ വ്യക്തിത്വത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളുവാനുള്ള ശക്തിയുണ്ട്. നമുക്കറിയാവുന്നിടത്തോളം പ്രപഞ്ചത്തിൽ മറ്റ് സകല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത് ഈ പറഞ്ഞ പ്രത്യേകതയാണ്. ദൈവദൂതന്മാരെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ജീവശ്വാസമൂതി ശ്രേഷ്ഠമായ നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആസ്തിക പരിണാമവാദികൾ എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന പരിണാമവാദികൾ, ഇംഗ്ലീഷിൽ തിയസ്റ്റിക് എവല്യൂഷനിസ്റ്റ് എന്ന് പറയും. അവർ പറയുന്നത് ഈ അവസ്ഥ വരെ, അതായത് ദൈവം മനുഷ്യനിൽ ജീവശ്വാസം ഊതിയതുവരെ മനുഷ്യൻ വികസിച്ചു വന്നു എന്നാണ്. തുടർന്ന് ദൈവം പരിണാമത്തിലൂടെ വികസിപ്പിച്ചു വന്ന ആ ഉൽപ്പന്നത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. എങ്ങനെയൊക്കെ വാദിച്ചാലും പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഒരു രൂപത്തിനും മനുഷ്യ സംസാരത്തിനോ മനുഷ്യ മനസാക്ഷിക്കോ മനുഷ്യൻ്റെ വ്യക്തിത്വ സവിശേഷതകൾക്കോ വിശദീകരണം നൽകുവാൻ സാധിക്കുന്നില്ല. പരിണാമത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞവ: മനുഷ്യൻ്റെ സംസാരശേഷി, മനുഷ്യൻ്റെ മനസാക്ഷി, മനുഷ്യൻ്റെ വ്യക്തിത്വ സവിശേഷതകൾ. ഒരു മനുഷ്യൻ്റെ അസ്ഥി എടുത്തിട്ട് അത് വല്ല കുരങ്ങിൻ്റെയോ കുതിരയുടെയോ അസ്ഥിയുമായി താരതമ്യപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. അവ തമ്മിൽ ചില സാമ്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ സമ്മതിച്ചു. അതേസമയം അവ തമ്മിൽ വളരെ വ്യത്യാസങ്ങളും ഉണ്ടെന്നുള്ളത് മറക്കരുത്. എന്നാൽ എന്താണ് സമാനതകൾക്ക് കാരണം? മനുഷ്യരായ നാം ജീവിക്കുന്ന അതേ ചുറ്റുപാടിൽ തന്നെയാണ് ഈ പറഞ്ഞ ജീവികളും ജീവിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി ചട്ടക്കൂട്, ഈ ചേസിസ് ഉണ്ടല്ലോ, ഒരുപോലെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ഉദാഹരണത്തിന് നമ്മുടെ പണ്ടത്തെ അംബാസഡർ കാറിൻ്റെയും മാരുതി കാറിൻ്റെയും ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പുതിയ കാറുകളുടെയും ചട്ടക്കൂട് തമ്മിൽ സാമ്യമുണ്ട്. അതിൻ്റെ ചേസിസ് അത് വളരെ സാമ്യമുള്ളതാണ്. പക്ഷേ നമ്മൾ അത് പ്രസ്തുത കമ്പനിക്കാരോട് പറഞ്ഞാൽ അവർ പറയും, ഓഹോ അങ്ങനെയൊന്നുമല്ല, അവ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. എന്നാൽ നമ്മൾ ആ വാഹനങ്ങളുടെ ചട്ടക്കൂട് കാണുമ്പോൾ വളരെയധികം സാമ്യമുള്ളതായി നമുക്ക് മനസ്സിലാകും. കാരണം ചക്രങ്ങൾ ഉറപ്പിക്കുന്ന അടിസ്ഥാന ഘടനയും ഓരോ ചക്രത്തിൻ്റെയും സ്ഥാനവുമൊക്കെ ഒന്നു തന്നെ ആയിരിക്കും. ഒരു പരിധിവരെ ആ ചട്ടക്കൂട് ഒരു ചതുർഭുജം ആയിരിക്കുകയും വേണം. കാരണം ഈ വ്യത്യസ്ത വാഹനങ്ങളെല്ലാം റോഡിലൂടെ ഓടിക്കാനുള്ളതാണല്ലോ. അങ്ങനെ ഈ വാഹനങ്ങൾ തമ്മിൽ അത്തരം സാമ്യങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ഒരു ഫാക്ടറിയിൽ നിന്നും പുറത്തിറങ്ങിയതാണെന്ന് അർത്ഥമില്ല. അപ്പോൾ മനുഷ്യനും ചില ജന്തുക്കളും തമ്മിലുള്ള സാമ്യത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല. മനുഷ്യനൊരു വ്യത്യസ്ത ജീവിയാണ്. മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നിടത്തേക്ക് ദൈവം ജീവശ്വാസമൂതി. അങ്ങനെ മനുഷ്യനൊരു ജീവനുള്ള ദേഹിയായി തീർന്നു. പരിണാമവാദിക്ക് ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്ന ഒരു സുപ്രധാന വസ്തുത ജീവൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി തൃപ്തികരമായ വിശദീകരണം നൽകുന്നതിൽ അവർക്ക് സംഭവിച്ച പരാജയമാണ്. ജൈവ രസതന്ത്ര വിഭാഗത്തിലും സ്വാഭാവികമായി പരിണാമം എന്ന ആശയം വ്യാപിക്കുകയുണ്ടായി. എല്ലാ തരത്തിലുള്ള അമോണിയ, ഫോസ്ഫറിക് ആസിഡ്, ലവണങ്ങൾ, പ്രകാശം, ചൂട്, വൈദ്യുതി എന്നിവ അടങ്ങിയ ഏതോ മീതോഷ്ണ ജലതടാകത്തിൽ യാദൃച്ഛികമായി ഉണ്ടായ മാംസരൂപീകരണ ഫലമായി ജീവൻ ഉത്ഭുതമായിരിക്കാം എന്നാണ് ഡാർവിൻ്റെ തന്നെ അഭ്യൂഹം. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ പരീക്ഷണശാലയിൽ ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ജൈവ രസതന്ത്രജ്ഞന്മാർ വിവിധ നിലകളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമാകുകയാണ് ഉണ്ടായത്. ലൂയി പാസ്ചർ മുതൽ ആ കാലം മുതൽ ഇന്ന് വരെ ജീവനിൽ നിന്നും മാത്രമേ ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുത പ്രദർശിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ
തുടർന്ന് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ള ആകെ നേട്ടം അജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവ സംയുക്തങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ബൈബിൾ വളരെ കൃത്യമായി ഇവിടെ പറയുന്നു, ജീവനുള്ള ദൈവം തൻ്റെ ശ്വാസം താൻ ഉണ്ടാക്കിയ മനുഷ്യനിലേക്ക് ഊതിയതിനാൽ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന്. അത്ഭുതകരവും അതിശയകരവുമായി ഉണ്ടാക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഇത് അതിപ്രധാനമായ വസ്തുതയാണ്. ഞാൻ 8-ാം വാക്യം കൂടി വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. ഈ ഏദൻ തോട്ടം എവിടെയായിരുന്നു എന്ന് കൃത്യമായി പറയുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ സൂചനകൾ അനുസരിച്ച് ടൈഗ്രീസ് യൂഫ്രട്ടീസ് താഴ്വരയിൽ എവിടെയോ ആയിരുന്നിരിക്കും. ചിലപ്പോൾ ആ താഴ്വര മുഴുവൻ ആയിരുന്നിരിക്കാം. ആദ്യം വളരെയധികം ഫലഭൂയിഷ്ടമായ ഒരു താഴ്വരയായിരുന്നു ഞാനീ പറഞ്ഞത്. അല്പം കൂടി മുൻപോട്ട് പഠിക്കുമ്പോൾ ആ പ്രദേശം എവിടെയാണെന്നതിന് ഞാനൊരു ചെറിയ വിവരണം നൽകാം. ഫലഭൂയിഷ്ടമായ അർദ്ധചന്ദ്രാകാര പ്രദേശം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ഞാനീ പറഞ്ഞത്. ഒരു സമയത്ത് ആ സ്ഥലങ്ങളിൽ പാർത്തിരുന്ന ജനങ്ങൾ നേരെ പോയി കൊയ്ത്ത് നടത്തുക മാത്രമാണ് ചെയ്തിരുന്നതെന്നത്രേ നാം മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ധാന്യങ്ങൾ താനെ വളർന്നിരുന്നു എന്നാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. ഭൂമിയുടെ മുഴുവൻ കേന്ദ്രസ്ഥാനമായി ഈ ഭാഗം വീണ്ടും മാറിയേക്കാം. അതിന് വളരെ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് എത്ര മഹത്വമുള്ളതാകും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, അവനിൽ ദൈവം വെച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം പ്രീ പ്ലാൻഡാണ്. അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. ദൈവം എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ എത്ര വിലപ്പെട്ട വ്യക്തിയാകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം നാം മനസ്സിലാക്കണം. അതിനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അടുത്തറിയുവാൻ ഈ വചന പഠനം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ വെറും ജഡമല്ല, പിന്നെയോ ദൈവാത്മാവിനാൽ ജീവൻ നൽകപ്പെട്ട ആത്മാവിനുടമയാകുന്നു എന്ന തിരിച്ചറിവാണ് അവനെ ദൈവാനുരൂപനായി ജീവിക്കുവാൻ സഹായിക്കുന്ന ഘടകം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്തിലുള്ള പുതിയ നിയമ സഭാവിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് മറന്നുള്ള അവരുടെ ജീവിത നിലവാരം കണ്ടിട്ടാകും. ദൈവം നൽകിയ ആ ജീവനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മിൽ നിന്ന് മായാതിരിക്കട്ടെ.